ഹായ് ഓൾ ഓഫ് യു. ഇപ്പോൾ കഴിഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ന്യൂട്രിയൻസ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടങ്ങിയൊരു വീഡിയോ ആണ് ആദ്യം ചെയ്തത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൊഴുപ്പ്, പ്രധാനപ്പെട്ട വിറ്റാമിനുകൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതാണ് രണ്ടാമത്തെ പാർട്ടിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, കൊഴുപ്പിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നത് പിത്തരസമാണ്. കൊഴുപ്പിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നത് പിത്തരസമാണ്. രണ്ടാമത്തെ ചോദ്യം, 1 ഗ്രാം കൊഴുപ്പിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് എത്രയാണ്? 9.3 കലോറിയാണ് ലഭിക്കുന്നത്. 9.3 കലോറി. അടുത്ത ചോദ്യം, കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാമാണ്? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്? ജീവകം A, D, E, K. അപ്പം നമുക്ക് വിറ്റാമിനുകളെ രണ്ടായിട്ട് തിരിക്കാം, ജലത്തിൽ ലയിക്കുന്നതും കൊഴുപ്പിൽ ലയിക്കുന്നതും അല്ലേ. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതൊക്കെയാണ്? A, D, E, K. ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ ഏറ്റവും കൂടുതൽ കൊഴുപ്പുള്ള പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവിയാണ് കാട്ടുമുയൽ. ഏറ്റവും കൂടുതൽ കൊഴുപ്പുള്ള പാലുള്ള ജീവി ഏതാണ്? കാട്ടുമുയലാണ്. അടുത്ത ചോദ്യം, കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്ന എൻസൈം ഏതാണ്? കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്ന എൻസൈം ഏതാണ്? പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്ന എൻസൈം. അടുത്തത്, കൊഴുപ്പിൻ്റെ ഘടകങ്ങൾ ഏതെല്ലാം നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, ഇതാണ് കൊഴുപ്പിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുക. അതേപോലെ ശരീരത്തിന് ഏറ്റവും അധികം ഊർജ്ജം നൽകുന്ന പോഷണം ഏതാണ്? കൊഴുപ്പാണ്. ശരീരത്തിന് ഏറ്റവും അധികം ഊർജ്ജം നൽകുന്ന പോഷണം ഏതാണ്? കൊഴുപ്പാണ്. അതേപോലെ കൊഴുപ്പിനെ ആഗിരണം ചെയ്യുന്നത് ലിംഫാണ്. കൊഴുപ്പിനെ ആഗിരണം ചെയ്യുന്നത് ലിംഫാണ്. അതേപോലെ കൊഴുപ്പിൻ്റെ രൂപമാണേത്? കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണേത്? കൊളസ്ട്രോൾ. രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് എത്രയാണ്? ഏകദേശം 200 mg ആണിത് രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവെന്ന് പറയുക അല്ലേ. അത് കൂടി നിൽക്കാം, കുറഞ്ഞു നിൽക്കാം. അപ്പം കൂടി 240 മുകളിലേക്ക് പോയാൽ അത് അപകട നിലയിലേക്കാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പം നോർമൽ എത്രയായിരിക്കണം? 200 mg ആയിരിക്കണം. അടുത്ത ചോദ്യം ജീവകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ നിന്നെടുത്ത അതേ പിക്ചർ തന്നെയാണിത്. അപ്പോൾ നമ്മൾ ജീവകങ്ങളെ പൊതുവായിട്ട് തിരിക്കുന്ന ഏതാണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ADEK അല്ലേ. ADEK അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. ADEK. ആദ്യമായിട്ട് നമുക്ക് വിറ്റാമിൻ എ ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. വിറ്റാമിൻ എ എന്തിനൊക്കെയാണ്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ഏതാണ്? വിറ്റാമിൻ എ വേണം അല്ലേ. ഇത് കിട്ടുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ ഏതാണ്? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, മുരിങ്ങയില, പയറില, ചേമ്പില, അങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്ത് വിറ്റാമിൻ എ നമുക്ക് ലഭിക്കുക അല്ലേ. അതേപോലെ വിറ്റാമിൻ ഡി ഏതാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം. അതേപോലെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് ഏത് വേണം? വിറ്റാമിൻ ഡി വേണം അല്ലേ. വിറ്റാമിൻ ഡി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. അതേപോലെ പാലുൽപ്പന്നങ്ങളിൽ നിന്നും കിട്ടുന്നു. ഓക്കെ, അടുത്തത് വിറ്റാമിൻ ഇ ആണ്. അതെവിടെ നിന്ന് കിട്ടും? നമുക്ക് സസ്യ എണ്ണകളിൽ നിന്നാണ് വിറ്റാമിൻ ഇ കിട്ടുക. ഇനി എന്താണ് ഇതിൻ്റെ ഉപയോഗം? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യമാണ് എന്തിൻ്റെ? വിറ്റാമിൻ ഇ കൊണ്ടുള്ള പ്രയോജനം. അടുത്ത് നോക്കൂ, വിറ്റാമിൻ കെ ആണ്. കെ എവിടെ നിന്ന് കിട്ടും? ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നുള്ള വിറ്റാമിൻ കെ നമുക്ക് കിട്ടുക. എന്താണ് അതിൻ്റെ ഉപയോഗം? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണത് വിറ്റാമിൻ കെ എന്ന് പറയുക. അടുത്തത് ജലത്തിൽ ലയിക്കുന്നതാണത് വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും അല്ലേ. വിറ്റാമിന് കുറച്ച് വകഭേദങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നെ പഠിക്കാം. ആദ്യമായിട്ട് നോക്കിയേ, എവിടെ നിന്നാണ് വിറ്റാമിൻ ബി നമുക്ക് കൂടുതലായിട്ട് ലഭിക്കാൻ നോക്കിയേ? ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില, ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും? വിറ്റാമിൻ ബി ലഭിക്കുന്നു. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം, ഇതിനൊക്കെ എന്ത് വേണം? വിറ്റാമിൻ ബി വേണം അല്ലേ. അടുത്ത വിറ്റാമിൻ സി ആണ്. ലഭിക്കുന്നത് ഇവിടെ നിന്നാണ്? പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും? പ്രത്യേകിച്ച് പുളിരസമുള്ള അല്ലെ ഫ്രൂട്ട്സിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? വിറ്റാമിൻ സി ലഭിക്കുന്നു. എന്താണ് വിറ്റാമിൻ സിയുടെ ഉപയോഗം? ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം. ഇത്രയാണ് വിറ്റാമിൻ സിയുടെ ഉപയോഗങ്ങൾ. ഇനി നമുക്ക് ഓരോ വിറ്റാമിനും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം? പഠിക്കാം. ആദ്യമായിട്ട് പച്ചക്കറികളിൽ നിന്നും ലഭ്യമാകുന്ന പോഷകം ഏതാണ്? ജീവകങ്ങളാണ്. ജീവകങ്ങൾ കണ്ടെത്തിയതാരാണ്? ഫെഡറിക് ഫോപ്കിനാണ് ജീവകങ്ങൾ എന്ത് ചെയ്തത്? കണ്ടെത്തിയത്. അടുത്തത്
ജീവകങ്ങൾക്ക് പേര് നൽകിയവരാണ്? കാസിമർ ഫങ്കാണ്. PSCയുടെ മുൻകാല ചോദ്യമാണ്. ജീവകങ്ങൾക്ക് പേര് നൽകിയതാരാണ്? കാസിമർ ഫങ്ക്. അതേപോലെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, വിറ്റാമിൻ 2 തരമുണ്ട്. ഏതൊക്കെയാണ്? ജലത്തിൽ ലയിക്കുന്നവയുണ്ട്, കൊഴുപ്പിൽ ലയിക്കുന്നവയുണ്ട്. ഏതൊക്കെയാണ് ജലത്തിൽ ലയിക്കുന്നത്? വിറ്റാമിൻ A, Bയും Cയും ജലത്തിൽ ലയിക്കുന്നു. വിറ്റാമിൻ A, D, E, K എന്നിവയുടെ ലയിക്കുന്നു, കൊഴുപ്പിൽ ലയിക്കുന്നു. ഈ കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വിറ്റാമിൻ PSCക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജലത്തിൽ ലയിക്കുന്നതിൽപ്പെട്ട ഏതായാലും കൊഴുപ്പിൽ ലയിക്കുന്നപ്പെട്ട ആ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത് നോക്കിയേ, ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ഒരുപാട് ചോദിച്ച തവണയാണ്. വിറ്റാമിൻസും അതിൻ്റെ നെയിമുമാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ പഠിച്ച വിറ്റാമിൻ A ഉണ്ട്, B ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, K ഉണ്ട്. വിറ്റാമിൻ ബിക്ക് തന്നെ കുറച്ച് വകഭേദങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും B1ൻ്റെ പേരെന്താണ് എന്നൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നോക്കി, വിറ്റാമിൻ എയുടെ പേരെന്താണ്? റെറ്റിനോളാണ്. വിറ്റാമിൻ എയുടെ പേരെന്താണ്? റെറ്റിനോൾ. വിറ്റാമിൻ B1ൻ്റെ പേരോ? തയാമിൻ. വിറ്റാമിൻ B2 റൈബോഫ്ലാവിനാണ്. വിറ്റാമിൻ B3 ഏതാണ്ട് പേര്? നിയാസിൻ. വിറ്റാമിൻ B5 ഏതാ? പാന്തോറ്റനിക് ആസിഡാണ്. വിറ്റാമിൻ B6 പൈറിഡോക്സിനാണ്. വിറ്റാമിൻ B7 ബയോട്ടിൻ. വിറ്റാമിൻ B9 ഫോളിക് ആസിഡ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിറ്റാമിൻ B12 സൈനോ കൊബാലമിൻ. അടുത്തത് വിറ്റാമിൻ C ആണ്, അബ്സ്കോർബിക് ആസിഡ് എന്നാണ് അതിൻ്റെ പേര്. വിറ്റാമിൻ D എന്താണ്? വിറ്റാമിൻ D എർഗോകാസിഫെറോൾ ആണ്. വിറ്റാമിൻ ഇയുടെ പേരെന്താണ്? വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ ആണ്. വിറ്റാമിൻ K എന്താണ്? വിറ്റാമിൻ K ഫിലോക്കിനോൺ. ഇപ്പം ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്? വിറ്റാമിൻ്റെ പേരുകളായിട്ട് നമ്മൾ പഠിക്കുക. വിറ്റാമിൻ എ റെറ്റിനോൾ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. B1 തയാമിൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കണം. ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. PSCക്ക് എന്ത് ചെയ്യാറുണ്ട്? സാധാരണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണത്. ഓക്കെ, അടുത്ത് നമുക്ക് വിറ്റാമിൻ എയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. വിറ്റാമിൻ എയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ആദ്യം നമ്മളൊന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതേപോലെ നോക്കി, എന്താണ് വിറ്റാമിൻ എയുടെ പ്രത്യേകത? നോക്കൂ, മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയെ കാണുന്ന ജീവകമാണെന്ത്? വിറ്റാമിൻ എ. അതേപോലെ വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം എന്താണ്? നമ്മളിപ്പോൾ നോക്കിയായിരുന്നു, റെറ്റിനോൾ ആണ് അല്ലേ? റെറ്റിനോൾ. അടുത്തത് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? കരോട്ടിനാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ഏതാണ്? കരോട്ടിനാണ്. അതേപോലെ ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം ഏതാണ്? കരോട്ടിനാണ്. ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം ഏതാണ്? കരോട്ടിനാണ്. അതേപോലെ ജീവകം എ സംഭരിക്കുന്നത് എവിടെയാണ്? കരളിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജീവകം എ സംഭരിക്കുന്നത് എവിടെയാണ്? കരളിലാണ്. അതേപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? ജീവകം എ ആണ്. ജീവകം എ. അതേപോലെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്, മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയെ കാണുന്ന ജീവകം വിറ്റാമിൻ എ ആണ്. ഇതും PYQ ആണ്. ജീവകം PYQ ആണിത്. ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങൾ ഏതാണ്? നിശാന്തത, സിറോസ്താൽമിയ. ഇതാണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ജീവകം എ ധാരാളമായി കാണപ്പെടുന്ന എവിടെയാണ്? ക്യാരറ്റിലുണ്ട്, ചീര, പാലുൽപ്പന്നങ്ങൾ, മുരിങ്ങയില. ഇതിലാണ് ജീവകം എ ധാരാളമായി കാണുന്നത് അല്ലേ? നമ്മുടെ കണ്ണിൻ്റെയൊക്കെ ആരോഗ്യത്തിന് ജീവകം എ അത്യാവശ്യമാണ്. അതേപോലെ ജീവകം എ കണ്ടെത്തിയത് ആരാണ്? മാർഗരറ്റ് ഡേവിഡ് ആണ്. മാർഗരറ്റ് ഡേവിഡ്. അതേപോലെ എൽമർ മക്കുലം. അടുത്ത നമുക്ക് ജീവകം ഡി നോക്കാം. അതായത് നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസിനാണ്. എ പഠിച്ചു. അടുത്ത വിറ്റാമിൻ ഡി ആണ് അല്ലേ? അപ്പോൾ നോക്കി, വിറ്റാമിൻ ഡിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? നമ്മൾ പഠിച്ചാണ്, കാൽസിഫെറോൾ ആണ്. കാൽസിഫെറോൾ. ജീവകം ഡിയുടെ അപരനാമമാണ് സൺഷൈൻ വിറ്റാമിൻ. സൺഷൈൻ വിറ്റാമിൻ എന്നാണ് വിറ്റാമിൻ ഡിയുടെ ഒരു അപരനാമം എന്ന് പറയുന്നത്. എന്താണ് അത്? PYQ ആണ്. PYQ ആണ്. അടുത്ത് നോക്കി, പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം വിറ്റാമിൻ ഡി ആണ്. അതേപോലെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. ഇതും എന്താണ്? PYQ ആണ്. അടുത്ത് നോക്കൂ, ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം കണ. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം ഏതാണ്? കണയാണ്. അതേപോലെ ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്?
ജീവകം ഡി ആണ്. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. അടുത്തത്, ഈ വിറ്റാമിൻ്റെ ഒരു പേരാണെന്ത്? സ്റ്റിറോയിഡ് വിറ്റാമിൻ. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് പറയുന്നതാണ് വിറ്റാമിൻ ഡി ആണ്. അതേപോലെ ജീവകം ഡി ധാരാളമായി കാണപ്പെടുന്ന എവിടെയാണ്? മത്സ്യ എണ്ണയിലാണ്. ജീവകം ഡി ധാരാളമായി കാണപ്പെടുന്നത് മത്സ്യ എണ്ണയിലാണ്. അതേപോലെ ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പാണെന്ത്? എർഗോസ്റ്റിറോൾ ആണ്. എർഗോസ്റ്റിറോൾ. അതേപോലെ ജീവകം ഡി പ്രധാനമായും ലഭിക്കുന്ന ഭക്ഷ്യവസ്തു പാലുൽപ്പന്നങ്ങളാണ്. പാലുൽപ്പന്നങ്ങൾ. അടുത്ത് ജീവകം ഇ ആണ് അല്ലേ? കൊഴുപ്പിൽ ലയിക്കുന്ന അടുത്ത ഒരു വിറ്റാമിനാണ് ജീവകം ഇ. ജീവകം ഇയുടെ ശാസ്ത്രീയനാമം ഏതാണ്? നമ്മൾ പഠിച്ചായിരുന്നു. ടോക്കിഫെറോൾ ആണ്. ടോക്കിഫെറോൾ. അടുത്തത് ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? ജീവകം ഇ ആണ്. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? ജീവകം ഇ ആണ്. അതേപോലെ ജീവകം ഇയുടെ അപര്യാപ്ത രോഗം ഏതാണ്? വന്ധ്യതയാണ്. വന്ധ്യത. അതേപോലെ ഹോർമോണായി ഉപയോഗിക്കുന്ന ജീവകവും ഏതാണ്? ജീവകം ഇ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോണം. ഹോർമോണായി ഉപയോഗിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകം വിറ്റാമിൻ ഏതാണ്? ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകം, അതും ജീവകം ഇ ആണ്. മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അതും ജീവകം ഇ ആണ്. അതേപോലെ നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനാവശ്യമായ ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. ജീവകം ഇ പ്രധാനമായും ലഭിക്കുന്ന എവിടെ നിന്നാണ്? സസ്യ എണ്ണകളിൽ നിന്നാണ്. സസ്യ എണ്ണകളിൽ നിന്ന്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നാലാമത്തെ വിറ്റാമിൻ, കൊഴുപ്പിൽ ലയിക്കുന്ന നാലാമത്തെ വിറ്റാമിനാണ് ജീവകം കെ എന്ന് പറയും. അപ്പം ജീവകം കെയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഫില്ലോക്വിനോൺ ആണ്. ഫില്ലോക്വിനോൺ. അടുത്തത് കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ ആണ്. അതേപോലെ വിറ്റാമിൻ കെയിൻ്റെ മറ്റൊരു ഉപയോഗം എന്താണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? വിറ്റാമിൻ കെ ആണ്. വിറ്റാമിൻ കെ. അതേപോലെ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം വിറ്റാമിൻ കെ. നമ്മൾ പറഞ്ഞു ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. എന്നാൽ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? വിറ്റാമിൻ കെ ആണ്. അതേപോലെ വിറ്റാമിൻ കെയുടെ അപര്യാപ്ത രോഗത്തിൻ്റെ പേരാണത്? ഹീമോഫീലിയ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിറ്റാമിൻ കെയുടെ അപര്യാപ്ത രോഗം ഏതാണ്? ഹീമോഫീലിയ. ഹീമോഫീലിയ ദിനവും ചോദിച്ചിട്ടുണ്ട്. ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് എന്ത്? ജീവകം കെ. ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം കെ. അതേപോലെ ജീവകം കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തു ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ക്യാബേജ് ഉണ്ട്, ചീരയുണ്ട്, കോളിഫ്ലവർ ഉണ്ട്. അതേപോലെ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പാർട്ട് 2 ഉൾക്കൊള്ളിച്ച കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. വിറ്റാമിൻസ്, അതേപോലെ കൊഴുപ്പ്, അതേപോലെയുള്ള ചെറിയ ചെറിയ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഒരിക്കൽ കൂടി ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.